ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വരികയാണ്. വേറെ ആരും അല്ലാണ്ട് വിളിക്കുന്നത് നമ്മുടെ അലീനയാണ് മനുവിനെ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തു. ഹലോ അലീന എന്നിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന വിളിച്ചപ്പോഴേ എടുത്തല്ലോ. അതെ, വെയിറ്റിംഗ് ആയിരുന്നു. എന്റെ കോളിന് വേണ്ടിയോ? എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വേറൊരു സുന്ദരിയുടെ കോളിന് വേണ്ടി. അതാരാ ആ സുന്ദരി? ഇതുവരെ മനുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതെ, പറഞ്ഞാലേ കുശുമ്പ് വർക്കൗട്ട് ആയാലോ എന്ന് ഓർത്തിട്ടാ ഞാൻ പറയാതിരുന്നത്. കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? അങ്ങോട്ടേക്ക് വിളിക്കത്തില്ലേ? അത് പിന്നെ കോൾ ഇങ്ങോട്ട് വരണം, അതല്ലേ നമുക്കൊരു വെയിറ്റ്. അതും കൊണ്ടാ ഞാൻ വെയിറ്റ് ചെയ്തത്. വെയിറ്റ് വെയിറ്റ് രണ്ട് വെയിറ്റിംഗ് കൂടെ ചേർന്ന് കൺഫ്യൂഷൻ ആയല്ലോ മനുവേട്ട. നിനക്ക് കൺഫ്യൂഷൻ ആയോ? അല്ല, വേറൊരു സുന്ദരി എന്ന് കേട്ടിട്ട് നിനക്ക് കുശുമ്പൊന്നും തോന്നിയില്ല പെണ്ണെ? കുശുമ്പ് തോന്നാനോ? എന്തിന്? അല്ല, കുശുമ്പ് തോന്നണമായിരുന്നോ? അല്ല, സ്നേഹം കൊണ്ടേ തോന്നും, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ സംശയിക്കേണ്ടത്? ഓ, അഠാറ് മറുപടി ആണല്ലോ പെണ്ണെ നീ പറയുന്നത്. ഒരു പിടിയും തരരുത് കേട്ടോ. അത് പിന്നെ എന്റെ സംശയം എന്തായിരുന്നെന്ന് അറിയാമോ മനുവേട്ടന്? പറ പറ പറ, എനിക്കറിയത്തില്ല, കേക്കട്ടെ. എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോന്ന്? ഇപ്പൊ പഴയ പോലെ അന്വേഷണോ വിളിയോ പറച്ചിലോ ഒന്നും ഇല്ലല്ലോ. ഓ, അപ്പൊ പരിഭവവും പരാതിയൊക്കെ ഉണ്ട്, അതൊക്കെ പറയാൻ അറിയാം. സത്യം പറഞ്ഞാല് സ്നേഹം കൂടുതലാ പെണ്ണെ നിന്നോട്. മുമ്പ് എന്റെ അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ മനുവേട്ടന് ഞാന് അകന്നു പോയിന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അകന്നു പോയിന്നൊന്നും തോന്നുന്നില്ല. ഇപ്പം നീ എന്റെ ആശ്വാസം എന്ന് പറയുന്ന അവിടെ നീ നല്ല സേഫ് അല്ലേ? സ്വന്തം പപ്പയുടെ സംരക്ഷണ വലയത്തിലല്ലേ നീ ഉള്ളത്? എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് അവിടെ ഉണ്ടല്ലോ. അത് പിന്നെ അച്ഛന്റെ കൂടെ ഞാൻ ഇതിനേക്കാൾ സുരക്ഷിതയായിരുന്നല്ലോ മനുവേട്ട. അച്ഛനോട് ഉള്ള അത്ര ഇന്റിമൻസി എനിക്ക് പപ്പയോടില്ല. അത് കിട്ടണില്ല എനിക്ക്. എന്താന്ന് എനിക്കറിയില്ല. അച്ഛനാ എന്റെ റോൾ മോഡൽ. അച്ഛൻ, ആ അച്ഛനാ എനിക്ക് വലുത്. ദേ, ഇത് കേട്ടാൽ അങ്ങൾ എന്തുമാത്രം സന്തോഷിക്കുന്ന അറിയാമോ അലീന നിനക്ക്? അച്ഛനറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അച്ഛനറിയാതെ. ഓക്കെ ഓക്കെ. അല്ല, നീ ഇനി അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടത്. ബാലചന്ദ്രൻ അങ്കിൾ അല്ലായിരുന്നു യഥാർത്ഥത്തില് നിന്റെ ഗാർഡിയൻ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ വേറെ ആരാ മനുവേട്ട എന്റെ ഗാർഡിയന്? ഈ ഞാനല്ലേ നിന്റെ ലോക്കൽ ഗാർഡിയൻ. ഇവിടുന്ന് പോകുന്നവരെ ഞാൻ അങ്ങനെയാ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. മുത്തശ്ശൻ നിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്നെ അല്ലേ ഏൽപ്പിച്ചത്? ഞാനല്ലേ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ ഞാനല്ലേ നിന്റെ രക്ഷകർത്താവ്. വളരെ ശരിയാ, 100% ശരിയാ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ വിചാരിച്ചു അച്ഛനാണ് എന്റെ രക്ഷാധികാരി, രക്ഷകർത്താവ് എന്നൊക്കെ. അത് പിന്നെ അങ്കിളെ വെറും എന്താ പറയാ, നിന്നെ കസ്റ്റഡിയിൽ വെച്ച ആള് മാത്രമാണ്. ബാക്കി എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കായിരുന്നു. അല്ല, ഇപ്പോഴോ? ഇപ്പം നിനക്ക് നിന്റെ പിതാവുണ്ടല്ലോ. പിതാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് ജന്മം തന്ന ആള്. പിന്നെ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ എന്ന് പറയുമ്പോ അഭിമാനമല്ലേ? ഉണ്ട് മനുവേട്ടാ, ഞാനത് തിരിച്ചറിയുന്നുണ്ട്, അഭിമാനം. അല്ല, എതിരാളികൾ ആരെങ്കിലും അവിടെ രംഗപ്രവേശനം ചെയ്തോ അലീന? ഏയ്, ഇല്ലില്ല, ഇതുവരെ വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, നീ സന്തോഷമല്ലേ? സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. എനിക്ക് സന്തോഷമല്ല, മനുവേട്ടന് സുഖമല്ലേ? എനിക്ക് സുഖമാ. ഇപ്പൊ നീ വിളിച്ചതോടെ എനിക്ക് പൂർണ്ണ സുഖമായി. പോ മനുവേട്ടാ, കളിയാക്കാതെ. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കണ്ടില്ലേ? ഞാൻ സത്യം പറഞ്ഞതാ മോളെ. ഞാൻ സത്യം പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ വെക്കാണ്. ഗുഡ് നൈറ്റ് മനുവേട്ട എന്നൊക്കെ പറഞ്ഞൊരു ഗുഡ് നൈറ്റ് ഒക്കെ കൊടുത്ത് നമ്മുടെ അലീന ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും രസകരമായ ഒരു ഫോൺ സംഭാഷണം. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ അലീന ഒന്ന് ചെറുതായിട്ട് ഒന്ന് മയങ്ങിയേക്കാം, കിടന്നേക്കാം. കാരണം ക്ഷീണമുണ്ടേ, ഉപവാസമാണേ പുള്ളിക്കാരി. അപ്പൊ അതുകൂടെ കിടന്നേക്കാന്നൊക്കെ ഓർത്തപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ആരോ വന്ന് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നു. അപ്പൊ വേറെ ആര് വന്ന് അവിടെ റോഡിലല്ല, സോറി, ഡോറിൽ മുട്ടാനാ? വേറെ ആരുമല്ല, നമ്മുടെ സ്റ്റാൻലിയാണ്. മുട്ടുന്ന ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ, ഞാൻ അടച്ചിട്ടില്ല, തുറന്നോളാൻ പറഞ്ഞു. അപ്പം സ്റ്റാൻലി അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി ചോദിച്ചു, അല്ല നീ ഉറങ്ങുമായിരുന്നോ? അത് പിന്നെ ഞാൻ ഉറങ്ങിയില്ല, കിടന്നതേ ഉള്ളൂ. അല്ല, സമയം ഇത്ര ആയതല്ലേ ഉള്ളൂ, നീ എന്തിനാ ഈ നേരത്തെ പോയി കിടക്കുന്നത്? നേരത്തെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ സമയം ഇത്ര ആയതല്ലേ ഉള്ളൂ, ഇവിടെ ഫുഡ് കഴിക്കാൻ സമയമാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ ഇന്നൊരു ക്ഷീണം പപ്പ, അതുകൊണ്ടാ ഇപ്പൊ തന്നെ കിടന്ന് ഉറങ്ങിയേക്കാന്ന് വെച്ചത്. ഓ, ക്ഷീണം. ഈ ക്ഷീണം എന്തുകൊണ്ടാ ഉണ്ടായതെന്ന് നിനക്കറിയാമോ? അറിയാം, ഉപവാസം എടുത്തത് കൊണ്ടാ ഈ ക്ഷീണം ഉണ്ടായത്. എല്ലാം നിനക്ക് അറിയാല്ലേ? എന്നിട്ടല്ലേ നീ ഉപവാസമൊക്കെ എടുക്കണത്? അത് അത് പിന്നെ അല്ല പപ്പ, വേറൊന്നുമില്ല. അല്ല പപ്പ പൊക്കോ,
ഞാൻ പോയിക്കോളാം. എടി, ഞാനൊരു പട്ടാളക്കാരനാ, എന്നെ തോൽപ്പിക്കാന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഏയ്, ഞാൻ തോൽക്കാന്ന് വിചാരിച്ചാല് അതിന് കുഴപ്പമില്ലല്ലോ പപ്പ. ഉം പിന്നെ അതിന്റെ ഒരാവശ്യം വരുന്നില്ലല്ലോ, പപ്പനെ തോൽപ്പിക്കുന്ന ഒരാവശ്യം. ഉം അതെ, നീ തോൽക്കണമെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വന്നിരുന്ന് നീ ഭക്ഷണം കഴിക്കേണ്ടി വരും. ആ, ഇപ്പൊ ഞാൻ വരാം. പക്ഷേ എപ്പോഴും എപ്പോഴും തോൽക്കാൻ പറയരുത് പപ്പ എന്നോട്. എനിക്ക് പറ്റില്ല. ഞാൻ ഒരുപാട് തോറ്റിട്ട് വന്നല്ലേ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും എപ്പോഴും എന്നെ തോപ്പിക്കരുത് പപ്പ, പപ്പയായിട്ട് എന്നെ തോപ്പിക്കരുതെന്ന്. അപ്പം നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് ചെന്നു. അലീനയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും മതി നിന്റെ ഉപവാസം കിടന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ നീട്ടിട്ടോ. കൈ നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ആ കൈയിലേക്ക് അലീനയുടെ കൈ ഒന്ന് വെച്ചു. അങ്ങനെ അലീനയെ പിടിച്ചുകൊണ്ട് നേരെ ഡൈനിങ് ടേബിളിലേക്ക്, അതായത് ആ ഊണുമേശയിലേക്ക്, ഭക്ഷണം കഴിക്കുന്ന ഊണുമേശയിലേക്ക് പോവുകയാണ് നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ അവിടെ ചെന്നിരുന്നു. അവിടെ പൗലോസ് കൊണ്ടുവിട്ട ഭക്ഷണം വിളമ്പാനായിട്ട്. പിന്നെ ആന്റപ്പൻ അവിടെ നോക്കി നിപ്പുണ്ട്. എല്ലാം ഇങ്ങനെ കറക്റ്റ് ആണോ വെക്കുന്നതെന്നൊക്കെ അറിയാൻ നോക്കി നടത്തുന്ന ആളാണല്ലോ അല്ല. അപ്പൊ അതുകൊണ്ട് ആന്റപ്പൻ അവിടെ നോക്കി നിപ്പുണ്ട്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ അലീനയും കൂട്ടി സ്റ്റാൻലി വന്ന് ആ ഊണുമേശയിൽ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അങ്ങ് കൊടുത്തു നമ്മുടെ അലീനയുടെ കയ്യിൽ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞാല്, വല്യപ്പച്ചനെ കണ്ടില്ലല്ലോ, ഞാൻ പോയി വല്യപ്പച്ചനെ വിളിച്ചോണ്ട് വരാം, നിരാഹാരത്തിൽ ഇരിക്കുകയാണെന്നാ തോന്നുന്നത്. നിന്റെ വല്യപ്പച്ചൻ അത്ര പാവമൊന്നും അല്ല, നിന്നെ കാണുമ്പോ എന്നെ മറക്കുന്ന അപ്പനാ. ഏതായാലും നീ പോകണ്ട വിളിക്കാനായിട്ട്. അതെ ആന്റപ്പ, നീ പോയി വിളിച്ചോണ്ട് വന്നേ ഇവളുടെ വല്യപ്പച്ചനെ എന്ന് പറഞ്ഞു. അപ്പൊ ആന്റപ്പൻ വല്യപ്പച്ചനെ വിളിക്കാൻ പോയി. അപ്പൊ പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. പൗലോസിനോട് പറഞ്ഞു നമ്മുടെ സ്റ്റാൻലി, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന്. എന്നിട്ട് പറഞ്ഞു, അതെ, അലീന എന്റെ മോളാണെന്ന് നിനക്ക് അറിയാലോ, വെറുതെ തലയാട്ടിയാ പോര കേട്ടോ. നീ അറിയാമെങ്കിൽ അറിയാന്ന് പറയണം. ആ, അറിയാം സാറേ, എനിക്കറിയാം. നാളെ മുതൽ ഇവൾ പറയുന്നത് പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നീ ചെയ്യണം. ഓരോ കാര്യവും, ചെറിയ കാര്യങ്ങൾ പോലും. ഇന്നിവിടെ ഫുഡ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാല് ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല. നാളെ സദ്യ വെക്കണം ഇവള് പറഞ്ഞാല് വലിയൊരു സദ്യവട്ടം തന്നെ ഇവിടെ ഒരുക്കണം. കേട്ടല്ലോ, ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ, മനസ്സിലായല്ലോ. ഇനിയിപ്പോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. അല്ല, കേട്ടു സാറേ, ഇനി പറയണമെന്നില്ല. ഇവളെ കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞോണ്ട് ഇനി എന്റെ മുമ്പിൽ വന്നാല് ഞാനത് അംഗീകരിച്ചു തരത്തില്ല. ഒരിക്കലും ഞാൻ വെറുതെയും വിടത്തില്ല. അതായത് നിന്റെ മുമ്പിൽ ഇനി രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അലീന പറയുന്നത് പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജോലി മതിയാക്കി സ്ഥലം വിട്ടു പോകുക. ഇതാണ് ആ രണ്ട് വഴികള്. എന്താണെന്ന് വെച്ച പൗലോസെ നിനക്ക് തീരുമാനിക്കാം. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് എന്തോ ഒരു വലിയ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഇതൊന്നും നിന്നോട് ദേഷ്യപ്പെട്ട് പറയുന്നതല്ല പൗലോസ്, ഒരു സജക്ഷൻ പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മാത്രം മതി എന്നും കൂടെ സ്റ്റാൻലി എടുത്തു പറഞ്ഞു. വീണ്ടും നമ്മുടെ അലീനയ്ക്ക് ഒരു വല്ലാത്തൊരു എന്താ പറയാ ആത്മസംതൃപ്തി, സന്തോഷമൊക്കെ. അപ്പൊ നമ്മുടെ പൗലോസിനോട് പറഞ്ഞു, അത് പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട പൗലോസ് എന്ന്. അപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ ഇത്രയും നാളും ഒരു പരാതിയും കേൾപ്പിക്കാതെ അല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സാർ പറഞ്ഞിട്ടില്ല കൊള്ളരുതാത്തവനാണ് എന്ന്, എന്റെ ഫുഡ് മോശമാണെന്നോ എന്നൊന്നും സാറ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നിന്നെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാ പൗലോസെ, നീ മിടുക്കൻ തന്നെയാ, മിടുക്കൻ. നിന്നെ പോലെ ഇത്രയും ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നന്നായിട്ട് നീ ടേസ്റ്റില് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മുന്നോട്ടുള്ള കാര്യമാണ്. അലീനയോടുകൂടി അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഇവിടെ ചെയ്യാനായിട്ട്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറ പൗലോസെ, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നീ പറ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം സാറേ, എല്ലാം എനിക്കൊന്ന് ആലോചിക്കണം. നീ ആലോചിക്ക്. നിനക്ക് നാളെ രാവിലെ വരെ സമയമുണ്ട്. നീ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ ആലോചിക്ക്. എന്നിട്ട് നീ ഇതിനൊരു മറുപടി പറഞ്ഞാൽ മതി. ഇപ്പൊ നീ പൊക്കോളാൻ പറഞ്ഞു. പൗലോസ് അങ്ങ് പോകുകയും ചെയ്തു. അലീനയ്ക്ക് വരുന്ന സന്തോഷമേ, ഉയ്യോ. നമ്മുടെ സ്റ്റാൻലി ചോദിച്ച അലീനോട്, ഇത്രയും മതിയോ നിനക്ക്? താങ്ക് യു പപ്പ, താങ്ക് യു, ഒരുപാട് താങ്ക്സ് ഉണ്ട് പപ്പ. എന്നാ പിന്നെ ഈ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നീ നിന്റെ ഉപവാസം അവസാനിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ നാരങ്ങ വെള്ളം നമ്മുടെ അലീന മേടിച്ചു കുടിക്കാനായിട്ട്. അങ്ങനെ ആ നാരങ്ങ വെള്ളം അലീന മേടിച്ചു കുടിച്ചു കേട്ടോ. അങ്ങനെ അലീനയുടെ ഉപവാസം അവസാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പൊ അലീനയാണോ ജയിച്ചത്, സ്റ്റാൻലി ആണോ ജയിച്ചതെന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. സ്റ്റാൻലി ചോദിച്ചല്ലോ, നിന്റെ സമരം അവസാനിപ്പിച്ചല്ലോ അല്ലോ നീ, ഇനിയിപ്പോ സമരം ഒന്നും കാണത്തില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. എന്നാ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയ്ക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നത് സ്റ്റാൻലി തന്നെയാണ്. വിളമ്പി കൊടുത്തോണ്ടിരുന്ന സമയത്ത് നമ്മുടെ അലീന പറഞ്ഞു, സോറി പപ്പാന്ന്. അപ്പൊ സ്റ്റാൻലി ചോദിച്ചു, എന്തിന്? അല്ല, പപ്പയ്ക്കെതിരെ സമരം ചെയ്തതിന്.
ഓഹോ, അപ്പൊ സമരം തന്നെ ആയിരുന്നു അല്ലേ ഇത്? ഉം നീ കൊള്ളാം. അത് പിന്നെ പപ്പ, സോറി പപ്പ, ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല. ഉം ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. മോള് കഴിക്ക്. ഇപ്പൊ മോള് ഫുഡ് കഴിക്ക്. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഫുഡൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോ അലീന ചോദിച്ചു, അതെ പപ്പ, എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തതാ പപ്പേ. എന്നാലല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. അത് കഴിച്ചിട്ട് വേണം നിരാകാരം അവസാനിപ്പിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉം അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമ്മുടെ ആ സ്റ്റാൻലി ആ ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന പറഞ്ഞു, വേണ്ട വേണ്ട, ഇത് സ്പൂണല്ലേ, ഇത് ഇരുമ്പല്ലേ. പപ്പയുടെ കൈയും കൊണ്ട് എടുത്തതാ. ഒരപ്പൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം മകൾക്ക് എടുത്തു തരുന്നല്ലേ, അപ്പൊ ഇങ്ങനെ സ്പൂണും കൊണ്ടാണോ എടുത്തു തരേണ്ടത്? ഇതൊക്കെ ചീപ്പ് സെന്റിമെന്റ്സ് അല്ലേ മോളെ? അത് പപ്പയ്ക്ക്. എനിക്കിത് ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല പപ്പ. പപ്പ പപ്പയുടെ കൈയും കൊണ്ട് എടുത്തതാ പപ്പ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റാൻലി എടുത്തു കൊടുക്കുകയാണ് കൈയും കൊണ്ട്. വായിക്കകത്ത് വെച്ച് കൊടുക്കുമല്ലോ, ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ നീട്ടുകയാണ്. അപ്പൊ അലീന പറഞ്ഞു, ഇങ്ങനെയല്ല, ആ വായിക്കകത്ത് വെച്ച് തരാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്റ്റാൻലി ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചിട്ട് അത് നമ്മുടെ അലീനയുടെ വായിക്കകത്തേക്ക് വെച്ചു കൊടുത്തു കേട്ടോ. അലീനയ്ക്ക് മറക്കാനാകാത്ത ഒരു അനുഭൂതി, വാത്സല്യമൊക്കെ ആ ഒരു സമയത്ത് നമ്മുടെ അലീന അനുഭവിക്കുകയാണേ. കാരണം ആദ്യമായിട്ട് തന്റെ അച്ഛന്റെ കൈയും കൊണ്ട്, അല്ലെങ്കിൽ തനിക്ക് ജന്മം നൽകിയ തന്റെ പപ്പയുടെ കൈയും കൊണ്ട് മേടിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അലീനയ്ക്ക് അത് ഏറ്റവും എന്താ പറയാ, സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടുള്ളൊരു നിമിഷമാണല്ലോ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മുടെ അലീന പറഞ്ഞു, പപ്പ 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 എന്ന് വിളിച്ചു കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ എന്നാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പപ്പ ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക്, എന്ത്, നീ എനിക്ക് വാരി തരാനോ? പപ്പയുടെ മോൾ ആദ്യമായിട്ട് തരുന്നതല്ലേ, അപ്പൊ പപ്പ ഇത് മേടിക്കില്ലേ? വാ തുറക്കും പപ്പ എന്ന് പറഞ്ഞു. നമ്മുടെ സ്റ്റാൻലിക്ക് എന്തോ ഒരു മടി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം താൻ അവിടെ ചെറുതായി പോകുന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു സ്റ്റാൻലിക്ക്. എന്നാലും അലീന കൊടുത്തതല്ലേ, നമ്മുടെ അലീന കൊടുത്തപ്പോഴത്തേക്കും വാ തുറന്ന് നമ്മുടെ സ്റ്റാൻലി അത് കഴിച്ചു കേട്ടോ. സ്റ്റാൻലിക്കും തോന്നുന്നു ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തോ ഒരു രുചിയും സന്തോഷവും ഒക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. അലീനയ്ക്കും കണ്ണ് നിറഞ്ഞ് ഒഴുകി കേട്ടോ അലീനയുടെ. അലീനയും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അത് മേടിക്കും കഴിക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷമാവും അലീനയ്ക്കും. ഏതായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് നമ്മുടെ അവതക്കുട്ടി അവിടെ നിൽക്കുക. അവതക്കുട്ടിയോട് പറഞ്ഞു, അത് പിന്നെ വരുന്നില്ലേ, ഫുഡ് കഴിക്കുന്നില്ലേ? അത് പിന്നെ നമ്മൾ സമരത്തിനല്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ ഫുഡ് കഴിക്കണത്? അയ്യോ, എന്റെ അവതക്കുട്ടിച്ചായ സമരം തീർന്നു, കോംപ്രമൈസ് ആയി. കോംപ്രമൈസ് ആയിന്നോ? അതെങ്ങനെ? മണിക്കൂറോളം നീണ്ടു നിന്ന ഒത്തുതീർപ്പ് ചർച്ചയോടുകൂടി നമ്മുടെ റിട്ടയർഡ് കേണൽ ഉണ്ടല്ലോ, സ്വന്തം മകളുടെ ആവശ്യങ്ങള് അങ്ങോട്ട് സമ്മതിച്ചു തരുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം സമരം തീർന്നു. ഇതിനിടയ്ക്ക് എന്നതാ സംഭവിച്ചത്? പപ്പ എന്നെ ഡൈനിങ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പൗലോസേട്ടനെ വിളിച്ചു. അലീന എന്ത് പറഞ്ഞാലും അനുസരിച്ചോണെന്ന് ഒരു ഒറ്റ ഓർഡർ വിട്ടു. പോരേ? ഓഹോ, അപ്പം പൗലോസ് പ്ലിങ്. പ്ലിങ് പ്ലിങ്. അതെ, ഇങ്ങ് വന്നേ. ഇന്ന് മുതൽ വിശന്ന് ഇരിക്കുമല്ലായിരുന്നോ രാവിലെ മുതൽ വൈകിട്ട് വരെ? അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. വല്ല ഭക്ഷണം എടുത്ത് കഴിച്ചേ. അയ്യോ മോളെ, നല്ല വിശപ്പുണ്ട്. ഞാനേ രാത്രിയേ വല്ലതും കട്ട് തിന്നാലോ എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. നല്ല വിശപ്പുണ്ട്. എന്റെ അവതക്കുട്ടിച്ചായ നമ്മുടെ സൽപ്പേര് കളയുമായിരുന്നു അപ്പം. ഇനി അതൊന്നും വേണ്ടല്ലോ, ഇനി കഴിക്കാമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അവതക്കുട്ടിച്ചായനെ കൈ പിടിച്ചുകൊണ്ട് പോയി അലീന ഫുഡൊക്കെ എടുത്തു കൊടുക്കാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ നേരം പരപരാ വെളുത്തു. അപ്പോഴത്തേക്കും ജോഗിങ്ങിന് പോയി കേട്ടോ നമ്മുടെ സ്റ്റാൻലി. പുറകെ അവതക്കുട്ടിയും ഉണ്ട്. അവതക്കുട്ടി നിക്കിടാന്ന് പറഞ്ഞു. എടാ, നിനക്ക് എന്റെ പ്രായമാണോ? നീ ഒന്ന് പതുക്കെ ഓടറാ. എടാ, ഈ നടത്തമുണ്ടല്ലോ ഞാനങ്ങ് ശീലമാക്കാൻ പോവുക. ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷമുണ്ട്. അറിയാല്ലേ? ദേ അപ്പച്ച ആർമിയില് ആയിരുന്നപ്പോ 5 മണിക്ക് എണീറ്റിട്ടുണ്ടല്ലോ. ഞാന് രാവിലെ ഇങ്ങനെ ജോഗിങ്ങിന് പോവുമായിരുന്നു. അല്ല, നീ കൊളുത്തുപുഴ വന്നതിന് ശേഷം അതൊക്കെ നിർത്തിയോ? ഈ 5 മണിക്ക് എണീറ്റ് പോക്കൊന്നും ഇല്ലേ? നിർത്തിയിട്ട് 5 വർഷമായിട്ടേ ഉള്ളൂ. നമ്മുടെ ശരീരം ക്ഷീണിച്ചു തുടങ്ങിയാലേ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അപ്പച്ച. എന്ത് ക്ഷീണം? നിന്റെ ശരീരത്തിന് ക്ഷീണമുണ്ടോ? പുറമെ കാണുന്ന പോലെ ഒന്നും അല്ല, ക്ഷീണമൊക്കെ തുടങ്ങി. അതെ, ഇപ്പൊ എന്റെ തലയ്ക്ക് മീതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമല്ലേ എപ്പോഴും. ബോറടിച്ച് നിൽക്കാൻ പോലും സമയമില്ല. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? നിനക്ക് എന്താ പ്രശ്നം? അതെ, ആ അലീനയുടെ കാര്യമല്ലേ നീ പറയുന്നത്? അവൾ ഒരു കാര്യം തീരുമാനിച്ചാലേ അത് നടത്തും. ഓ പിന്നെ ദേ, അതൊക്കെ അപ്പച്ചന്റെ തോന്നല. ഞാനിതൊക്കെ വെറുതെ അങ്ങ് വിട്ടുകൊടുത്തു. അവക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ട്. അവള് പറഞ്ഞായിരുന്നു നിന്നോട് രാവിലെ എണീറ്റ് നടക്കാൻ പോകാനായിട്ട്. അങ്ങനെ പറയാനുള്ള ധൈര്യം അവക്കൊണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് എന്നോട്? അതെന്താ, അവക്ക് അതിനുള്ള ധൈര്യമില്ലേ?
ആ ധൈര്യം ഉണ്ടേ അവള് പറഞ്ഞോട്ടെ. ദേ രാവിലെ എണീറ്റ് 3/4 മണിക്കൂർ നടക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പ്രായത്തിന്റെ പകുതി പ്രായ പപ്പയ്ക്ക് ഉണ്ടാവത്തുള്ളെന്ന് അവള് പറഞ്ഞായിരുന്നു. ഓ അവളാരാ മോള് മർമ്മത്തല്ലേ പിടിച്ചത്. അല്ല മർമ്മത്ത് പിടിച്ചാലും ഇല്ലെങ്കിലും അത് ശരിയല്ലേ. എനിക്ക് കുറച്ചും കൂടെ എനർജറ്റിക് ആകാൻ പറ്റത്തില്ലേ. ഈ അലസതയൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഴയതുപോലെ പവർഫുൾ ആകും. അതിനെന്താ സംശയം. എടാ മോനെ, നല്ല ചെറുപ്പത്തില് നിന്റെ ബോഡി ഉരുക്ക് പോലെ അല്ലായിരുന്നോ, ഉരുക്ക് പോലെ. ഈ പുഷ്പം പോലെ എന്നെ എടുത്ത് തലയ്ക്ക് മീതെ പൊക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഓർത്തതേ നീ ഒരു നെപ്പോളിയം ബോണപ്പാർട്ടായിട്ട് മാറുന്ന ഓർത്തത്. എന്നിട്ട് ഇപ്പൊ എന്താ. അല്ല ഇതെന്താ എന്റെ പൊന്നാവത് കുട്ടിച്ച, അതൊക്കെ വല്ലാത്തൊരു പ്രതീക്ഷയല്ലേ, ഭയങ്കരം തന്നെ. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. എടാ നെപ്പോളിയൻ വെറും ഒരു മലയാളി ആയിരുന്നില്ലടാ, നീയും പട്ടാളത്തിലായിരുന്നല്ലോ. എന്നാലേ ഞാൻ സമ്മതിച്ചു. അപ്പച്ചന്റെ സങ്കല്പം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ അങ്ങനെ ആവാഞ്ഞത് ഒരു കണക്കിന് നന്നായിന്നേ ഞാൻ പറയത്തുള്ളൂ. നെപ്പോളിയനെ പോലെ എങ്ങനെ ആയി കഴിഞ്ഞിരുന്നെങ്കിലേ പറയണ്ട. നീ രണ്ട് തവണ ഇപ്പം തോറ്റേനെ. അതെന്താ അപ്പച്ചൻ എന്നെ അങ്ങനെ അങ്ങ് താത്തിയത്? ഞാൻ എന്നാ കൊള്ളാത്തവനും പോരാത്തവനുമാണോ? നീ മിടുക്കനാ, എന്റെ മോനാണ്, അതൊക്കെ എനിക്ക് അറിയരുതോ. പക്ഷേ നിന്നെ കൂടെ നിൽക്കുന്നവർ ഒട്ടും കൊള്ളത്തില്ല. അവര് നിന്നെ കുഴിയിൽ വീഴ്ത്തും, കുഴിയില്. ഇപ്പം വന്നേക്കുന്ന ലേഡി കമാൻഡർ കൊള്ളാം, കുഴപ്പമില്ല. നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാനും യുദ്ധം ചെയ്യിപ്പിക്കാനും ഒക്കെ ശേഷിയുള്ളവളാ അവള്. പക്ഷെ ബാക്കിയുള്ളവരെ എല്ലാവരും നീ ഒന്ന് സൂക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി ഒരു മുഖത്തേക്ക്, വല്യപ്പച്ചന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ, അവതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുക. ഏതായാലും ലേഡി സൂപ്പർ സ്റ്റാർ കലക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. പപ്പന്റെ മോന്റെ ഈ ഒരു സംഭാഷണം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.